ക്ലാസ്സിൽ പഠിച്ചത് സോഷ്യൽ സയൻസിലെ 8ാമത്തെ അധ്യായം ഗംഗാ സമതലത്തിലേക്ക് എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് മധ്യേഷ്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് കുടിയേറി പാർത്തില്ല ആര്യന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആദ്യമായി ഇന്ത്യയിലെത്തിയതും തുടർന്ന് അവർ സപ്തസൈന്ധവം എന്ന പ്രദേശത്തേക്ക് താമസമാക്കുന്നു. തുടർന്ന് സപ്തസൈന്ധവ പ്രദേശത്ത് ആര്യന്മാരുടെ ജീവിത രീതി എപ്രകാരമായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ആര്യന്മാര് സപ്തസൈന്ധവ പ്രദേശത്ത് നിന്നും ഗംഗാതടത്തിലേക്ക് കുടിയേറി പാർത്തു. തുടർന്ന് ആര്യന്മാരുടെ ഗംഗാതടത്തിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു, എന്തിനാണ് അവർ സപ്തസൈന്ധവ പ്രദേശത്ത് നിന്നും ഗംഗാതടത്തിലേക്ക് കുടിയേറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ആര്യന്മാർ ഗംഗാതടത്തിലേക്ക് കുടിയേറി പാർക്കാനുണ്ടായ പ്രധാന കാരണം അവരുടെ ഇടയിലുള്ള കൃഷിയെക്കുറിച്ചുള്ള പുരോഗമന ചിന്തയും അതുപോലെ തന്നെ മെച്ചപ്പെട്ട പണിയായുധങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവർ കൂടുതൽ കൃഷിസ്ഥലങ്ങൾ അന്വേഷിച്ചിറങ്ങിയതും അതുപോലെ തന്നെ കന്നുകാലികൾക്ക് മേയാൻ ആവശ്യമായിട്ടുള്ള പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ടുള്ള അന്വേഷണമാണ് അവരെ സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ഗംഗാതടത്തിലേക്ക് പോകാനുണ്ടായ കുടിയേറി പാർക്കാനുണ്ടായ ഒരു പ്രധാന കാരണമായി പറയും. പിന്നീട് അവർക്കിടയിലുണ്ടായിട്ടുള്ള ജനസംഖ്യാ വർധനവ് തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ആണ് ആര്യന്മാർ സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ഗംഗാതടത്തിലേക്ക് കുടിയേറി പാർക്കാനുണ്ടായ പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഗംഗാതടത്തിൽ എത്തിയിട്ടുള്ള ആര്യന്മാർ അവരുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ഗംഗാസമതലത്തിലേക്ക് എത്തിയിട്ടുള്ള ആര്യന്മാരുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങളാണ് ആദ്യം ഉണ്ടായത്. പ്രധാനമായും ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ചുള്ള കാർഷിക രീതി പുതിയ ഒരു കാർഷിക സമൂഹമായിട്ട് മാറാനെന്ത് ചെയ്യുന്നു ആര്യന്മാർക്ക് ഗംഗാസമതലത്തിൽ കഴിഞ്ഞു. അതുപോലെ തന്നെ കൃഷി സംരക്ഷണത്തിനും മറ്റുമായി ഇവർ സ്ഥിരവാസം ആരംഭിച്ചു. ആ സ്ഥിരവാസം ആരംഭിച്ചത് മുതൽ ഗോത്രങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മാറി അവിടെ ജനപദങ്ങൾ എന്ന് പറയുന്ന പുതിയൊരു അധികാര രീതി വന്നു. ആ ജനപദങ്ങൾ ഉയർന്നു വന്നതോടുകൂടി ഗോത്ര തലവന്മാർ രാജാവായി മാറുകയും രാജഭരണം പരമ്പരാഗത രീതിയിലേക്ക് ആയി മാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രാജഭരണമായപ്പോൾ ഗോത്ര സഭകളുടെ പ്രാധാന്യം നഷ്ടമായി. നമുക്കറിയാം ഗോത്ര സഭകൾ 3 രീതിയിലാണ് നിലനിന്നത്. അതോടുകൂടി രാജഭരണം വന്നതോടുകൂടിയിട്ട് ഈ ഗോത്ര സഭകളുടെ പ്രാധാന്യം നഷ്ടമായി. അതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്നും ചെറിയ തോതിലുള്ള നികുതികളൊക്കെ അവർ പിരിച്ചിരുന്നു. ആ നികുതികൾ അറിയപ്പെട്ടിരുന്നത് പാലി ഭാഗ എന്നുള്ള പേരിലായിരുന്നു ആ നികുതികൾ അറിയപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിഭജനം നടന്നു. ആര്യന്മാരുടെ സമൂഹം ഗംഗാ സമതലത്തിലെത്തിക്കപ്പെടുകയും 4 വിഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടു. അതുപോലെ തന്നെ ആര്യന്മാർ സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിയ കാലത്ത് ഋഗ്വേദ കാലഘട്ടത്തിലെ ദൈവങ്ങളായിരുന്ന ഇന്ദ്രനും അഗ്നിക്കും ഇവിടെ ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പ്രജാപതി, വിഷ്ണു എന്നിവരുടെ പ്രാധാന്യം വർദ്ധിക്കുകയും ഇവിടെ ലളിതമായിട്ടുള്ള ആചാര രീതികളാണ് നിലനിന്നിരുന്നത്. അതോടൊപ്പം തന്നെ സങ്കീർണമായ ആചാരങ്ങളും ആരാധനാ രീതിയുമാണ് ഇവിടെ നിലനിന്നിരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആചാര രീതികൾ പ്രസിദ്ധമായിരുന്നു മൃഗബലി ഇവിടെ ഒരു ചെലവേറിയതായി മാറുകയും അതോടൊപ്പം തന്നെ പുരോഹിതന്മാർ ശക്തി പ്രാപിക്കുകയും അല്ലെങ്കിൽ ശക്തരായി മാറുകയും ചെയ്തിരുന്നു ഈ കാലഘട്ടം. ഇനി നമ്മൾ പറഞ്ഞു സമൂഹം അല്ലെങ്കിൽ ഗംഗാതടത്തിലെ ആര്യന്മാരുടെ സമൂഹം 4 വിഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഈ 4 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 വിഭാഗങ്ങൾ 4 വർണ്ണങ്ങൾ എന്നുള്ള പേരിലും അറിയപ്പെട്ടിരുന്നു. ഇവര് 1ാമത്തെ വർണ്ണം ബ്രാഹ്മണരെന്നും 2ാമത്തെ വർണ്ണം ക്ഷത്രിയരെന്നും 3ാമത്തെ വർണ്ണം ശൂദ്രരെന്നും 4ാമത്തെ ഘട്ടം വൈശ്യരെന്നുമാണ് അറിയപ്പെട്ടത്. ബ്രാഹ്മണ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നത് പുരോഹിതന്മാരായിരുന്നു. ക്ഷത്രിയ വംശത്തിൽ പെട്ടിരുന്നത് ഭരണാധികാരികളും സേനാനികളുമായിരുന്നു. വൈശ്യർ വിഭാഗത്തിൽ പെട്ടിരുന്നത് കച്ചവടക്കാർ, കൃഷിക്കാർ, അതുപോലെ തന്നെ കാലി വളർത്തുന്ന ആളുകൾ. ഇവരായിരുന്നു വൈശ്യ വിഭാഗത്തിൽ പെട്ടിരുന്നത്. 4ാമത്തെ ആയിരുന്നു ഏറ്റവും താഴ്ന്ന ഘടകം ശൂദ്രർ എന്നറിയപ്പെടുന്ന വിഭാഗം. ഇവരുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസ്യവൃത്തിയായിരുന്നു. അതായത് 3 മുകളിലുള്ള 4 വർണ്ണങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അങ്ങനെ ഒരു ദാസ്യവൃത്തിയായിരുന്നു 4ാമത്തെ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ഈ 4 വർണ്ണ വിഭജനങ്ങൾക്ക് ശേഷം സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റമാണ് നഗരങ്ങളുടെ വളർച്ച ഉണ്ടാകുന്നത്. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും അതുപോലെ തന്നെ
കാർഷിക ഉപകരണം ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക ഉപകരണങ്ങളുടെയും ഉപയോഗം കാരണം ഗംഗാ സമതലത്തിൽ വൻതോതിൽ കൃഷി വർദ്ധിച്ചു. ഇങ്ങനെ കൃഷി വർദ്ധിച്ചതോടു കൂടിയിട്ട് ആ കാലഘട്ടത്തിൽ അവർക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, മിച്ച ഉൽപ്പന്നം ഉണ്ടായി. അതായത് ഉപയോഗത്തിനേക്കാൾ ഉപരി എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ ബാക്കിയായി. അങ്ങനെ മിച്ചോൽപാദനം ഉണ്ടായി. ഈ മിച്ചോൽപാദനം അവർ എന്ത് ചെയ്തിരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിരുന്നു. പിന്നീട് ഈ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായം അറിയപ്പെട്ടത് ബാർട്ടർ സമ്പ്രദായം എന്നുള്ള പേര്. അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന വ്യവസ്ഥിതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് ഈ കൈമാറ്റ വ്യവസ്ഥിതി പിന്നീട് എന്ത് ചെയ്യുന്നു, കച്ചവട കേന്ദ്രങ്ങളായിട്ട് മാറുകയാണ്. പിന്നീട് ഈ കച്ചവട കേന്ദ്രങ്ങൾ പിന്നീട് നഗരങ്ങളായിട്ട് മാറുകയും അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാർ ഈ നഗരങ്ങളിൽ തന്നെ സ്ഥിരതാമസമാക്കാനും തുടങ്ങി. പിന്നീട് ഈ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പരസ്പരം വാണിജ്യപാതകൾ ഉണ്ടായി. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ, കച്ചവടത്തിൽ അല്ലാതിരുന്ന ആളുകൾ അതുപോലെ തന്നെ കൈത്തൊഴിലുകളിലും അതുപോലെ തന്നെ കരകൗശല നിർമ്മാണത്തിലുമൊക്കെ ഏർപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ കൈത്തൊഴിലും കച്ചവടക്കാരും കരകൗശല വിഭാഗക്കാരും എന്ന് പറയുന്ന മറ്റൊരു സമൂഹമായിട്ട് എന്ത് ചെയ്യുന്നു, ഉയർന്നു വന്നു. പിന്നീട് ഈ നഗരത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിനിമയത്തിനായി പിന്നീട് എന്ത് ചെയ്യുന്നു, നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നഗരങ്ങളുടെ ഉയർച്ചയുമായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ആര്യന്മാർ ഗംഗാതടത്തിലെത്തിയതും എന്താണ്, ഗംഗാതടത്തിലേക്ക് കുടിയേറാനുണ്ടായ സാഹചര്യം എന്താണെന്നും പിന്നീട് ഗംഗാതടത്തിലെത്തിയിട്ടുള്ള അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ആര്യന്മാരുടെ ഗംഗാ സമതല സമൂഹം എപ്രകാരമായിരുന്നു, ഏതൊക്കെ രീതിയിലായിരുന്നു അവരെ വിഭജിച്ചിരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഗംഗാ സമതലത്തിലുണ്ടായിട്ടുള്ള നഗരങ്ങളുടെ വളർച്ചയെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.